കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. അദ്ദേഹം വളരെയധികം പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്ത് വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. IMGയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് നേരെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ പഴയ പോസ്റ്റ് രാജിവെച്ചിട്ടാണ് വരിക. അത് രാജിവെച്ചില്ലെന്ന് മാത്രമല്ല, രാജിവെച്ചില്ലെന്നുള്ള വിവരം ആരെയും അറിയിച്ചിട്ടുമില്ല. ഇപ്പോഴാണ് ഒഫീഷ്യലായത്. ഒഫീഷ്യലായതിന് കാരണം B. അശോക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം IAS കാരനാണ്, വളരെ സീനിയറാണ്. അദ്ദേഹം ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അതായത് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിൽ അദ്ദേഹം വന്നത് IMG ഡയറക്ടറായിരിക്കെ ഒരു വരുമാനം സ്വീകരിച്ച് 2 വരുമാനങ്ങൾ ഒരേ സമയം സ്വീകരിക്കുക എന്ന് പറയുന്നത് സർക്കാർ ചട്ടങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ട്രിബ്യൂണലിൽ ആൾറെഡി ഒരു കേസുണ്ട്. IMGയിലെ ഡയറക്ടർ സ്ഥാനം എന്ന് പറഞ്ഞ ലൈവായിട്ടുള്ള IASകാർക്ക് വേണ്ടി ഉള്ള പോസ്റ്റാണ്. അതായത് റിട്ടയർ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടുള്ള, നമുക്കറിയാം TN ജയചന്ദ്രൻ സാറും ഒക്കെ അവിടെ ഇരുന്നതാണ് IASകാരനായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ വെച്ചത് ക്രമവിരുദ്ധമാണ്, സർക്കാർ ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിരുദ്ധമാണ്. അങ്ങനെ ട്രിബ്യൂണലിലൊരു കേസ്, ഇപ്പോൾ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു 2 കേസുകൾക്ക് നടുവിലാണ് ശബരിമലയിൽ ഇരിക്കുമ്പോഴും ജയകുമാർ. അപ്പോൾ ഇതിലൊരു അനൗചിത്യമില്ലേ? എന്ത് തോന്നുന്നു പിയേഴ്സൺ മാഷ്ക്ക്? അല്ല, ഈ ഭക്തന്മാർ ചോദിക്കാൻ സാധ്യതയുള്ളത് ജയകുമാറിനെ അയ്യപ്പൻ പിടികൂടിയോ എന്നായി. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, IAS ഓഫീസർമാർ, ഇവർക്ക് കൃത്യമായിട്ട് സർക്കാർ ചട്ടങ്ങളും നടപടിക്രമങ്ങളും അറിയാൻ പാടുണ്ടാകേണ്ടതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തുകൊണ്ട് ജയകുമാർ സാർ അവിടെ IMGയിൽ രാജിവെക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ചോദ്യം. അത് ശരിയല്ല എന്ന് നമുക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് രാജിവെക്കാം, ഇപ്പോഴും വേണമെങ്കിൽ രാജിവെക്കാം. അതെ. പക്ഷെ പ്രശ്നം ഞാൻ പറയുന്നത് B. അശോക് എന്ന് പറയുന്ന IAS ഓഫീസർ, അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പല ആളുകളും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ IAS മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന്, എന്ന് വെച്ചാൽ IAS കുശുമ്പാണ് പലപ്പോഴും നമ്മൾ ഇതിനകത്തെല്ലാം കാണുന്നത്. ഒരുപാട് പാരകളുണ്ട്. പക്ഷേ ഈ B. അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് പല കാര്യങ്ങൾ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ പൊക്കിക്കൊണ്ടുവരേണ്ട ചുമതല എന്ന് പറയുന്നത് ഇവർക്കാണോ, ഇതിനകത്തിരിക്കുന്നവർക്കാണോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ കുറേ നാൾ മുമ്പാണ് മറ്റൊരു IAS ഓഫീസർ പ്രശ്നങ്ങളുണ്ടാക്കി അതേണ്ട അവസാനിച്ചെന്ന് തോന്നല്ലേ? അതേതാണ്ട് അവസാനിച്ചെന്ന് തോന്നുന്നു സർക്കാരിലെ പ്രശ്നം. അപ്പോൾ ഇവര് ഈ IAS ഓഫീസേഴ്സിന്റെ പണി ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്ഥിതി ഇതിനേക്കാൾ പരിതാപകരമാണ്. ഇത് ചൂണ്ടിക്കാണിക്കാം. അയാൾക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സർക്കാരിന്റെ ഇപ്പോഴും നിലവിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭരണകൂടത്തോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം എന്നുള്ള പറയാം. അതാണല്ലോ നല്ല സ്വഭാവം അല്ലേ? അത് പരിഹരിക്കുകയും ചെയ്യണം. അയാളുടെ രാജിവെക്കാനിട്ട് മറ്റവരുടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അധികാരികളുടെ ആവശ്യപ്പെട്ടാൽ ജയകുമാർ രാജിവെക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷെ അപ്പം അശോകിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സദുദ്ദേശമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഹീസ് എ പാർട്ട് ഓഫ് ദ റൂളിംഗ് ഗവൺമെന്റ് അല്ലേ? നിലനിൽക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. ഇപ്പോൾ ഏതോ ഒരു പോസ്റ്റില് സർക്കാർ തന്നെ ഒതുക്കി മൂലക്കിരുത്തിരിക്കുകയാണെന്ന് തോന്നണം. അതെ അതെ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് സർക്കാരിനോട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കേസ് കൊടുക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യം ഇത് ആദ്യത്തെ ദിവസം തന്നെ ഇത് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്നുള്ള കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എന്നിട്ട് സർക്കാരെ ചെയ്തില്ലെങ്കിൽ കേസിന് പോവാം. അതതിന്റെ ഒരു മര്യാദയാണ്. അതെ, നമ്മൾ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളിലേക്കോ അതിൻ്റെ ഒരു വ്യക്തിഹത്യയിലേക്കോ പോകാതെ ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയകുമാർ പറഞ്ഞത്, ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് പറഞ്ഞത്, താൻ ശബരിമലയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ശബരിമല പ്രസിഡന്റ് സ്ഥാനത്തിനുള്ളത് ശമ്പളത്തിനേക്കാൾ കൂടുതലായിട്ട് അലവൻസുകളാണ്. യാത്രപ്പടി, സ്വന്തമായിട്ടുള്ള കാറിനുള്ള മെയിൻ്റനൻസ്, സകലമാന ചെലവുകളും വഹിക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിൽ ആ വരുമാനം കിട്ടുന്നത് തീർച്ചയായിട്ടും ഭക്തരുടെ നിക്ഷേപങ്ങളിൽ നിന്നുമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ ശമ്പളമില്ല എന്ന് പറയുന്നത് വെറും സാങ്കേതിക മാത്രമാണ്. ധാരാളം അലവൻസുകൾ, യാത്രപ്പടി, ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്സ് ആണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. അല്ല, അത് സ്വീകരിക്കുന്നുണ്ട്. യാത്ര ചെയ്യാതെ അദ്ദേഹത്തിന് ഇതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അതിന് വരുമ്പോൾ അലവൻസസ് ഉണ്ട്. അതിനുള്ള തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ആനുകൂല്യങ്ങളാണല്ലോ അത്, ഗവൺമെന്റ് വരുമാനമാണല്ലോ അത്. അപ്പൊ അത് സ്വീകരിക്കുന്നുണ്ട്. അത് വരുമാനം എന്ന് പറയാൻ പറ്റില്ല. അത് ചെലവല്ലേ? അതെങ്ങനെ വരുമാനമാണ്? കാറോ
കാർ എന്ന് പറയുന്നതോ? കാർ സ്വന്തമായിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് കാറിനല്ലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇവർക്ക് ഇപ്പൊ ഇയാൾക്ക് സൈക്കിളിൽ ആണല്ലോ ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. അല്ല, ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ആരെങ്കിലും ഇരിക്കണമല്ലോ, അവർക്ക് ചെലവ് കൊടുക്കണമല്ലോ എന്തായാലും. അതുകൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല പ്രത്യേകിച്ച്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് IMGയുടെ പിന്നെ ഡയറക്ടർ തന്നെ ഇരിക്കാവുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം അത് രാജിവെക്കേണ്ടതാണ്, അങ്ങനെ നിർബന്ധമില്ലല്ലോ. നമുക്ക് യാതൊരു തർക്കമില്ല. അതിൽ തെറ്റാണെന്നുള്ളത് അത് സംബന്ധിച്ചാൽ മതി. അപ്പോൾ തെറ്റാണ് കാണിച്ചത്, അത് മറച്ചു വയ്ക്കുകയും, തെറ്റ് കാണിച്ചു എന്ന് മാത്രമല്ല അത് മറച്ചു വയ്ക്കുകയും ചെയ്തു. ഇറ്റ്സ് നല്ലൊരു അലിഗേഷനാണ്. നമ്മളിപ്പോൾ അശോകനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹം എന്തൊരു വ്യക്തി ആയിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, പറഞ്ഞതിന് മെറിറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ കോടതി സ്വീകരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യം IMBയുടെ പോസ്റ്റ് രാജിവെക്കുക, അതിന്റെ ഡയറക്ടർ അത് ചെയ്യണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് അദ്ദേഹം എക്സ്ക്യൂസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എക്സ്ക്യൂസുകൾ ആരും പറയരുത്. അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ച് വരാൻ പോകുന്നു. ഏത് പോസ്റ്റ് അദ്ദേഹം അവിടെ രാജി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചുക്ക അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തു സംഭാവനയാണ് IMG ചെയ്യുന്നത്? IMGയുടെ ഞാനും ക്ലാസ് എടുത്തിട്ടുള്ളത് അവിടെ. IMG ചെയ്യുന്നത് പറഞ്ഞാൽ മാതൃകാ സർക്കാർ ഉദ്യോഗസ്ഥരാക്കാൻ വേണ്ടി ഓരോരുത്തരെയും. എന്ത് മാതൃകാ സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നത്? കൈക്കൂലിയല്ലേ? ഇതുപോലെ തന്നെ മാതൃകയാണെങ്കിൽ, നല്ല മാതൃകയാണെങ്കിൽ ഇത് രാജിവെക്കണ്ടേ? ജയകുമാർ തന്നെ വേലി തന്നെ വിളവ് തിന്നുകയല്ലേ ഇപ്പം ചെയ്യുന്നത്? എന്താണ് അദ്ദേഹം ചെയ്തത്? ആ പോസ്റ്റും കീപ്പ് ചെയ്തോണ്ട് ഇവിടെ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേലിയെ വിളവില്ല. അതല്ലേ നടന്നു. നമുക്ക് ഈ നാട്ടിൽ വേലി വേണ്ടെന്ന് തീരുമാനിച്ച അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ മാതൃക കാണിക്കേണ്ട ആളാണ് ഡയറക്ടർ, അല്ലേ? അതെ. ആ മാതൃക കാണിക്കേണ്ട ആൾ ആ ജോലി രാജിവെക്കണം. അല്ലെങ്കിൽ അദ്ദേഹം പറയണം, ശബരി എനിക്ക് പറ്റില്ല, എനിക്ക് ഈ പോസ്റ്റ് ഇരിക്കാണ് താല്പര്യം എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഒരു കേസ് നിലവിലിരിക്കുകയാണ്. കാരണം റിട്ടയർ ആയിട്ടുള്ള ഒരാൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ചട്ടമറിയുന്ന ആളാണല്ലോ ജയകുമാർ സാറേ. നമുക്കൊരു കാര്യം പറയാം, ജയകുമാർ സാറേ, IMBയുടെ ഡയറക്ടർ സ്ഥാനം രാജിവെക്ക്, എന്നിട്ട് നിങ്ങൾ ശബരിമല അയ്യപ്പനെ രക്ഷിക്കില്ല. അതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ IAS ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നേതൃത്വപരമായിട്ടുള്ള ചുമതലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള റൂൾ ഓഫ് ലോ അതിന് വിധേയമായി പ്രവർത്തിക്കുകയും അതിന്റെ മാതൃകളായി മാറിത്തീരുകയും നമുക്ക് തന്നെ ഇവരൊക്കെ അഭിമാന കഥാപാത്രങ്ങളായി മാറിത്തീരേണ്ടതാണ്. അതിന് പകരം ഇവരെല്ലാം അഴുക്ക് പറ്റിയ കളങ്കിതരായിട്ട് സഞ്ചരിക്കുന്നത് നല്ലതല്ല. അയ്യപ്പൻ തന്നെ പിടിപിടിയതായിരിക്കും, ഇല്ല ഞാൻ കരുതുന്നില്ല. അതെ. അപ്പോൾ മാഷ് പറഞ്ഞത് ശരിയാണ്. സർക്കാർ ഓഫീസിൽ ധാരാളം പാരകളുണ്ട്, സത്യമാണ്, പാരകളുണ്ട്. ഈ പാരകളുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റാരും പാരകളില്ലെങ്കിലും സംശുദ്ധമായിരിക്കണം സർവീസ് ജീവിതം. പാരകളില്ലെങ്കിലും ഇവർ മാതൃകാപരമായി പ്രവർത്തിക്കണം. നമ്മളിപ്പോൾ ഞാൻ പാരയെ കുറിച്ച് പറയാൻ ഈ സൈസ് പാരകൾ ഒരുപാട് ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. എന്നുവെച്ചാൽ ആരും വിശുദ്ധരല്ല. അതാണ് പ്രശ്നം. ഇവരെല്ലാം ഒരേ ചുറ്റുന്നതായിട്ടുള്ള ആളുകൾ, ഒരേ കുറ്റിയിലാണ് ഇവരെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവനൊന്നും ഒരു കാലത്തും നന്നാവാനായിട്ട് പോകുന്നില്ല. ഇവര് നന്നാമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ സംവിധാനങ്ങളോ നന്നാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ചൂരലിനെ അടിച്ച് ഉമ്മരെയൊക്കെ നേരെയാക്കാൻ പറ്റുന്ന ഈ ഭരണകൂടമോ അതിനേക്കാൾ എത്രയോ തളർവാദം പിടിവിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനെ ആര് തല്ലി നേരെയാക്കും എന്നുള്ളത് മറ്റൊരു വിഷയം. തീർച്ചയായും അങ്ങനെ മൊത്തം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കുഴപ്പത്തിലകപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടും എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അയ്യപ്പൻ തന്നെ മാർഗം കാണിച്ചു തരികയെ രക്ഷയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പലരും ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം, വളരെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഉപസംഹാരമായിട്ട് അദ്ദേഹം പിയേഴ്സൺ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.